വർഷങ്ങളോളം കൂടെ ജീവിച്ചിരുന്ന ആളിനെ ഒരു നിമിഷം കൊണ്ട് ഒരു ആഭാസനായിട്ട് കാണാൻ ശ്രമിക്കരുത്. പൊറുക്കാൻ പറ്റില്ല. ഇപ്പൊ എന്തായി? അച്ഛനും മരുമകളും കൂടി നമ്മുടെ നാവടക്കിയത് കണ്ടോ? എത്രയൊക്കെ നാടകം കളിച്ചാലും അവസാനം സറണ്ടർ ആവേണ്ടി വരും. അമ്മ പേടിക്കണ്ട. ആരൊക്കെ എന്തൊക്കെ രീതിയിൽ അച്ഛനെ സപ്പോർട്ട് ചെയ്താലും ഞങ്ങൾ മക്കള് അമ്മയോടൊപ്പം ഉണ്ട്. നീ എന്നോട് സംസാരിക്കരുത്. ഹലോ, എന്തിനാ വിളിച്ചെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? തനുജ കാര്യം പറയും. നിങ്ങളൊരു വേട്ടപ്പട്ടിയെ ഇങ്ങോട്ട് അയച്ചിരുന്നല്ലോ എന്നെ കടിച്ചു കീറാൻ. വേട്ടപ്പട്ടിയോ? അഭിനയം കൊള്ളാം. ഒന്നും അറിഞ്ഞില്ലല്ലേ? നിങ്ങളുടെ മരുമകള് ദേവിക വന്നിരുന്നു. അറിഞ്ഞില്ല അല്ലേ? ദേവിക അവിടേക്ക് വന്നത് എന്നെ അറിയിച്ചിട്ടല്ല. ഒന്നും അറിയാത്ത പോലെയുള്ള സംസാരമൊക്കെ കൈ വെച്ചിരുന്നാ മതി. നീ ഇതെന്തൊക്കെയായി പറയുന്നേ? ഞങ്ങള് താമസം മാറിയ വീട് തേടിപ്പിടിച്ചു വരണമെങ്കിൽ അത് നിങ്ങൾ അറിയാതെയാണോ? എനിക്കറിയില്ലായിരുന്നു. എന്തായാലും മരുമകളോട് പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊല്ലാനാണ് വന്നത്. പക്ഷേ ഞാൻ അവളെ കൊല്ലുമായിരുന്നു. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. അവൾക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹവും ആരാധനയും ഇഷ്ടമൊക്കെയാ. സ്വന്തം മക്കള് പോലും ഇങ്ങനെ സ്നേഹിക്കില്ല, ഞാൻ ഉൾപ്പെടെ. പക്ഷേ അവൾക്ക് അച്ഛനെന്ന് പറയുമ്പോ തന്നെ തേനൊലിക്കും. അവൾ നിന്നെ പോലെയല്ല. മനസ്സ് നിറയെ സ്നേഹവും നന്മയും മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അവളെ അങ്ങോട്ടേക്ക് അയച്ചത് ഞാനല്ല. അങ്ങോട്ട് വരുന്നത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആയിക്കോട്ടെ, ഇനി ആരെയൊക്കെ അയച്ചാലും ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. എനിക്കൊന്നുമില്ലാതാക്കിയവരെ ഞാൻ വെറുതെ വിടില്ല. അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ടത് തരണം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.